നമ്മുടെ നാട്ടിൽ വിവാഹ ബന്ധങ്ങൾ തകരുന്നതിനും അത് വിവാഹമോചനത്തിലേക്ക് എത്തുകയും ധാരാളമായി എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് തടയുന്നതിന് നമുക്ക് നമ്മുടെ മക്കൾക്ക് പ്രായം നോക്കിയല്ല പക്വത എത്തിയെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നമുക്ക് വിവാഹ ബന്ധത്തെക്കുറിച്ച് ആലോചിക്കുകയും നല്ലതുപോലെ അറിഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുക. ദൈവം വിവാഹമോചനത്തെ എതിർക്കുന്നു എന്നതിനെക്കുറിച്ച് മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, അവിടുന്ന് നിങ്ങളുടെ കാഴ്ചകളെ പരിഗണിക്കുകയോ അതിൽ പ്രസാദിക്കുകയോ ചെയ്യാത്തതിനാൽ നിങ്ങൾ തേങ്ങിക്കരഞ്ഞ് കർത്താവിന്റെ ബലിപീഠം കണ്ണീരുകൊണ്ട് മൂടുന്നു. എന്തുകൊണ്ട് അവിടുന്ന് ഇത് സ്വീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നു. ഉടമ്പടി അനുസരിച്ച് നിന്റെ ഭാര്യയും സഖിയുമായിരുന്നിട്ടും നീ അവിശ്വസ്തത കാണിച്ച നിന്റെ യൗവനത്തിലെ ഭാര്യയും നീയും തമ്മിലുള്ള ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്. ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു. രണ്ടാമതായി പറയുന്നു, വിവാഹമോചനം പാടില്ല. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, ഫരിസേയർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിക്കുന്നത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ അങ്ങനെ എഴുതിയിരിക്കുന്നത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. മാതാപിതാക്കളുടെ പങ്കും അതിനുശേഷം മക്കൾ ഒന്നാകുന്നതിനെ കുറിച്ചും എല്ലാം ഇവിടെ വിവരിക്കുന്നു. അതുകൊണ്ട് മാതാപിതാക്കൾ ഒരിക്കലും മക്കളുടെ ജീവിതത്തിൽ വിലങ്ങുതടിയായി നിൽക്കരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക. പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം പറഞ്ഞിരിക്കുന്ന കുറെ വാചകങ്ങൾ, ഉന്നതങ്ങളിൽ നിന്നുള്ള സമാധാനത്തിനായും ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വധുവരന്മാർ വിവാഹത്തിന് മുമ്പ് പ്രാർത്ഥന ചെല്ലേണ്ടതാണിത്. ഉന്നതങ്ങളിൽ നിന്നുള്ള സമാധാനത്തിനായും ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിവാഹത്തിന് ഒരുങ്ങുന്ന ഞങ്ങൾ ആത്മീയവും ഭൗതികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും രക്ഷ നേടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ വിവാഹത്തിലൂടെ ഒന്നായി തീരുന്ന 2 കുടുംബങ്ങളെയും സ്നേഹത്തിൽ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിവാഹത്തിന്റെ എല്ലാ ചടങ്ങുകളിലും കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും മരിച്ചുപോയ എല്ലാ പൂർവികരുടെയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കുണ്ടാകുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിവാഹ ജീവിതത്തിനായി ഒരുങ്ങുന്ന ഞങ്ങളെ ഒരുക്കിയ വൈദികർ, കന്യാസ്ത്രീകൾ, ഗുരുക്കന്മാർ, ബന്ധുമിത്രാദികൾ ഇവരെയെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ ക്ലേശങ്ങളിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, നിന്റെ കൃപയാൽ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിച്ച് കരുണ തോന്നി നല്ലൊരു കുടുംബജീവിതം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധ കന്യാമറിയത്തെയും സകല വിശുദ്ധരെയും ആനന്ദത്തോടെ അനുസ്മരിച്ചുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം മുഴുവനുമായും കർത്താവായ ക്രിസ്തുവിനെ സമർപ്പിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, നിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നവരുടെ ആവശ്യങ്ങൾ നീ സാധിച്ചു തരുമെന്ന് വാഗ്ദാനത്തിലുള്ള ദൃഢവിശ്വാസത്തോടെ നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പിൽ നിൽക്കുന്നു.
ഞങ്ങളുടെ കുടുംബങ്ങളുടെയും സുഹൃത്തുക്കളുടെയും കൂട്ടായ പ്രാർത്ഥനകൾ സ്വീകരിച്ച് അങ്ങയുടെ തിരുഹിതം ഈ ലോകത്തിൽ അവർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. എല്ലാ മഹത്വവും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് നമ്മോട് കരുണ കാണിക്കുകയും കൃപ വർഷിക്കുകയും ചെയ്യട്ടെ. കർത്താവ് നമ്മിൽ സംപ്രീതനാവുകയും സമാധാനം നൽകുകയും ചെയ്യട്ടെ. ആമേൻ.